ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ബാക്കിൽ നമ്മളെ കിടിലൻ വണ്ടി ഉണ്ട്. നമ്മുടെ വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് ഒരു കോളേജ് ട്രിപ്പ് പോവാണ്. നമ്മുടെ മനു ഉണ്ട് നമ്മുടെ കൂടെ. നമ്മുടെ മനു നമ്മുടെ വണ്ടിയുടെ ഉള്ളിലുണ്ട്. അവൻ കടന്നുറങ്ങുകയാണ് ഗായ്സ്. നൈറ്റ് ട്രിപ്പ് ആയതുകൊണ്ട് അവൻ കടന്നുറങ്ങുകയാണ്. നമുക്ക് അവനെ വിളിച്ച് നേരെ കോളേജിലോട്ട് പോവാം ഗായ്സ്. അപ്പോൾ ഗായ്സ് ഈ വീഡിയോ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ ആളുകൾ കാണുന്നുണ്ട്. കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യുക പ്ലീസ്. നമ്മുടെ പുതിയ വണ്ടിയിലാണ് പോകുന്നത്. നമ്മുടെ വണ്ടി സ്റ്റിക്കർ വർക്കൊക്കെ അടിച്ച് കിടിലമാക്കി വണ്ടിയുടെ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇവിടെ അടുത്ത് തന്നെയാണ് കോളേജ്. ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോകാനേ ഉള്ളൂ. നമ്മുടെ ഗ്യാരേജ് കഴിഞ്ഞ 2 വളവ് കഴിഞ്ഞാൽ എത്തും. മനു ഭയങ്കര ഉറക്കമാണ്. അവനെ വിളിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അവിടെ എത്താനാകുമ്പോൾ വിളിക്കുക ഗൈസ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ കുറച്ച് കഷ്ടപ്പെട്ട് വണ്ടി എടുക്കണം. നല്ല വളവാണ്. പുതിയ ബസ്സായതുകൊണ്ട് തന്നെ തട്ടിയാൽ നല്ല പണി കിട്ടും. നമ്മുടെ ട്രിപ്പ് പോയി വരുന്നവരെ നല്ല സ്മൂത്തിൽ പോകണം. അപ്പോൾ ഗായ്സ്, നമുക്ക് വണ്ടി വേഗം പറപ്പിച്ച് വിടാം. ഇവിടെ ഇപ്പോൾ ഗായ്സ്, നമ്മുടെ ഈ റോഡിന് നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് നമ്മുടെ ഗ്യാരേജ്. അവിടെയാണ് വണ്ടിയൊക്കെ നന്നാക്കാൻ കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ വർക്ക് ഷോപ്പ് ഗായ്സ്. അപ്പോൾ ഗായ്സ്, മുമ്പിലിതാ ഒരു വണ്ണസൊക്കെ. ഇത് നമ്മുടെ കൂടെ ഉള്ളതല്ല എന്നാണ് തോന്നുന്നത്. നമ്മുടെ ഒരു വണ്ണസ് ഉണ്ട് ഗായ്സ്. അപ്പോൾ ഗായ്സ്, കോളേജ് എത്തി. എടാ മനു, നീക്കടാ കോളേജ് എത്തിയടാ. ഇതാണ് കോളേജ്. ഇവന്മാരെയും കൊണ്ടാണ് നമുക്ക് നൈറ്റ് ട്രിപ്പ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഗൈസ്, എല്ലാവരും വണ്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയുടെ പേരെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ട്രാവലൈറ്റേഴ്സ്. നമുക്ക് ഈ ട്രിപ്പ് തുടങ്ങാം. എല്ലാവരും സെറ്റല്ലേ? എടാ മനു, എല്ലാവരുടെ സെറ്റല്ലേ ചോദിക്കി? അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ വണ്ടിയും കൊണ്ട് പറപ്പിച്ച് വിടാം. ഈ സ്കൂളൊക്കെ പൊളിക്കണം. വണ്ടി കൊണ്ടുപോകാൻ കഴിയില്ല. എന്തൊരു ഇതാണത്. അപ്പോൾ ഗൈസ്, ഇവിടെ ആക്സിഡൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മനു ഇപ്പോഴും നല്ല ഉറക്കത്തിലാണെന്നാണ് തോന്നുന്നത്. ഒന്നും പറയണമെന്ന് ഞാൻ കേൾക്കില്ല. ഉറങ്ങിക്കോട്ടെ പാവം, നൈറ്റ് ട്രിപ്പല്ലേ. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ വണ്ടി എന്തായാലും പറപ്പിച്ച് വിടാം. മനു, ഒന്ന് നീക്കടാ. ടീച്ചണോ? ഞാൻ വിചാരിച്ചു ഉറങ്ങാണെന്ന്. അപ്പോൾ ഗൈസ്, മുമ്പിൽ ഇതാ ഒരു വണ്ണസ് ഉണ്ട്. നമുക്ക് നൈസിന് അതിനങ്ങ് ഓവർടേക്ക് ചെയ്യാം. ഈ ട്രിപ്പ് നല്ല രീതിക്ക് നടക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാ. അതുകൊണ്ടാണ്. പോരാത്തതിന് നീയൊക്കെ ഓടിക്കാൻ നിനക്ക് ലൈസൻസ് ഒന്നുമില്ല കേട്ടോ. നീ അവിടെ കുത്തിയിരുന്നാൽ മതി. നിനക്ക് വേറെ വണ്ടി വല്ലതും തരാം. ഇതേ പുതിയ വണ്ടിയാണ്. പോരാത്തതിന് ആൾക്കാരും ഉണ്ട്. വെറുതെ എന്തിനാ ഓലെ ആക്സിഡൻ്റ് ആക്കണേ. ഞാൻ വേറെ വണ്ടി തരാം. നമ്മുടെ മുമ്പിലൊക്കെ ഏതൊരു ബംഗാളി കളിക്കുന്ന കളി നോക്കിയാൽ. അപ്പോൾ ഗായ്സ്, നമുക്ക് വണ്ടി പറപ്പിച്ച് വിടാം. അപ്പോൾ ഗായ്സ്, നമ്മളങ്ങനെ മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. MVയുടെ ഒക്കെ നല്ല പോക്ക് പോകുന്നുണ്ട് ഗായ്സ്. അപ്പം നമുക്ക് ആംബുലൻസിനൊക്കെ ഒന്ന് ഓവർടേക്ക് ചെയ്തങ്ങ് പോവാം. മനു, നീ ഉണ്ടോ? ഇറങ്ങിയോ? എന്തൊരക്കാടാ അത്. അപ്പോൾ ഗൈസ്, വണ്ടിൻ്റെ കൺട്രോൾ ചെറുതായിട്ടൊന്ന് പോയതാണ്. ആരും പേടിക്കണില്ല, നമ്മൾ സേഫാണ്. MV ടെസ്റ്റ് ഒന്ന് നോക്കിയാണ് ചെറിയ സംശയമുണ്ട്. മനു, നീ ഇപ്പം എത്രയിലാണ് പഠിക്കണേ? പഠിക്കാതെ നടന്നോ? ഞാൻ ഇപ്പോൾ പഠിച്ചിങ്ങാട്ടെ വലിയ ബസ് കമ്പനീൻ്റെ ഓണറായി. എല്ലാം അറിയണ്ടോ? അപ്പോൾ ഗായ്സ്, എന്തായാലും നമുക്ക് കമ്പനൊക്കെ ഇതിൽ കൂടെ പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി പറപ്പിച്ചിങ്ങാണ്ട് നമ്മുടെ എത്തേണ്ടടുത്തേക്ക് എത്താം. ഇവനെ ഒന്നും പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല ഇവനോട്. MV നമ്മൾ ഭയങ്കര ഓവർടേക്കിംഗ് ആണ് ഗൈസ്. എല്ലാത്തിനും ഓവർടേക്ക് ചെയ്ത് പറപ്പിച്ച് വിടാണ്. നമ്മുടെ KSRTC ഒക്കെ എതിരുണ്ട്. വണ്ണസൊക്കെ നമ്മൾ പിന്നെ ഒന്നും മൈൻഡ് ചെയ്യാറില്ല. പറപ്പിച്ചങ്ങോട്ട് വിടലാണ് വണ്ടി. കുത്തിയില്ല, കഴിച്ചിലായി ഗൈസ്. ഇന്നത്തെ ട്രിപ്പ് ഇപ്പോൾ ഇവിടെ കുത്തിനെ മുടങ്ങി. then നമുക്ക് വണ്ടി പറപ്പിച്ച് വിടാം. അതേ ഒന്ന് സൈഡ് തരുമോ? അല്ല, ചെറുതായിട്ടൊന്ന് വണ്ടി ഒന്ന് തുരിച്ച് പണി തന്ന ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്കെന്തായാലും വണ്ടി പറപ്പിച്ച് വിടാം. ഈ വണ്ടിയൊക്കെ നൈസിനോട് തട്ടിയിടും മുന്നിലേക്ക്. MFC ഒക്കെ ഉണ്ടല്ലോ. നമുക്ക് ഈ MFC കയറി ഒരു ഭക്ഷണം കഴിക്കണമെന്നൊക്കെ ഉണ്ട്. ആൾക്കാരുണ്ടാകണ്ട, എല്ലാം MFC കയറി ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ഗൈസ്, KSRTC ഒക്കെ ഉണ്ട് മുമ്പിൽ. നമുക്ക് എങ്ങനെ വണ്ടിനൊക്കെ ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ കഴിച്ചിലാവണം.
നമുക്ക് വണ്ടി പറപ്പിച്ചു വിടാം. KSRTC ആയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ക്രാഷാവുന്നുണ്ട്. അത് നമ്മൾ ചെയ്യില്ല, വണ്ടി എന്തായാലും പറപ്പിച്ചു വിടാം. ഈ 2 ബസ്സുകൾ നമുക്ക് നല്ല പണി തരുന്നുണ്ട് ഗൈസ്. ഈ 2 ബസ്സുകൾ ഒന്ന് മാറി നിന്ന് നമ്മൾ സുഖത്ത് പോകുമായിരുന്നു. അവന്മാരെ പെരും കച്ചറ ഉണ്ടാക്കി കളിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളവനെ കഷ്ടപ്പെട്ട് അവന്മാരെ ഓവർടേക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവന്മാരാണെങ്കിൽ ഭയങ്കര വെറുപ്പിക്കുക. നമ്മൾ ഹോണടിച്ചിട്ട് മാറിയിരുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു തട്ടങ്ങോട്ട് കൊടുത്തു. വണ്ടി ചെറുതായിട്ട് സ്കിഡാവുണ്ട്, മൈതിട്ടാണ് തോന്നുന്നുണ്ട്. നമുക്കെന്തായാലും വണ്ടി പറപ്പിച്ച് വിടണം. അപ്പോൾ ഗൈസ് നമ്മുടെ ടീംസൊക്കെ സെറ്റാണ്. നമുക്ക് വണ്ടിയും കൊണ്ട് വേഗം നമ്മുടെ സ്ഥലത്ത് എത്തേണ്ടതുണ്ട്. ഇവിടുന്ന് ഈ കൂടെ അങ്ങോട്ട് കയറിയിട്ട് ഇവിടെ ആണ് ഒരു ഗേറ്റ്. അതാ ഗൈസ് നമ്മൾ റിസോർട്ടിൻ്റെ ഗേറ്റിലെത്തിയിട്ടുണ്ട്. കെരൂരയ്യ ബുക്കറോ അങ്ങനെ എന്തോന്നാണ് റിസോർട്ടിൻ്റെ പേര്. നമുക്ക് റിസോർട്ടിൽ എന്തായാലും എത്തിയിട്ടിട്ട് നമുക്ക് വണ്ടി കൊണ്ട് പറപ്പിച്ച് റിസോർട്ടിൻ്റെ ഉള്ളിലൊക്കെ അങ്ങോട്ട് കയറാം. ഗൈസ് രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടെങ്കിലും കാണാൻ. നമ്മുടെ മനക്കുട്ടനെ ഉറങ്ങി പോയി എന്നാണ് തോന്നണേ. ചെക്കനെ വിളിക്കട്ടെ. എടാ നീക്കടാ, റിസോർട്ടെത്തി. റിസോർട്ടെത്തിയോ? ഞാൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങിപ്പോയി. ശീല എന്നാൽ പിന്നെ എല്ലാവരോടെ ഒരുങ്ങി നിൽക്കാൻ പറയും. റിസോർട്ട് എത്താനായിന്. ഇറങ്ങാൻ പറയും, എല്ലാവരോടും ഇറങ്ങാൻ നിൽക്കാൻ പറയും. ഓക്കെ, ഞാൻ എപ്പോഴോ പറഞ്ഞേ, അതൊന്നും സീനില്ല. എന്തായാലും ഒന്നുകൂടി പറയാം, എല്ലാവരും ഇറങ്ങാനൊരുങ്ങിക്കോളി. അത് മതി. ഇപ്പോൾ ഗൈസ് നമ്മുടെ സ്ഥലത്താനായിന്. ഇത് കൂടെ അങ്ങനെ ജസ്റ്റ് ഒന്നങ്ങോട്ട് കയറി പോയിട്ടാണ് ഈ സ്ഥലം. അപ്പോൾ ഗൈസ് നമുക്ക് വണ്ടി എന്തായാലും പറപ്പിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റാം. റിസോർട്ടിൻ്റെ ബാക്കൊക്കെ കാണുന്നുണ്ട്. വണ്ടി കാട്ടിൽ ഒക്കെ കയറി പോകുന്നുണ്ട് ഗൈസ് ചെറുതായിട്ട്. ഗൈസ് ഫൈനലി നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഗൈസ് നമുക്ക് ഇവന്മാരെ ഇവിടെ ഒന്ന് ഇറക്കാം. ഗൈസ് നമ്മുടെ വണ്ടിയുടെ ലുക്കൊക്കെ കണ്ടില്ലേ? ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലുക്ക്. നല്ല രസമുണ്ട് ഗൈസ്, നല്ല രസമുണ്ട് ഗൈസ്. വണ്ടി എന്നാലും നമുക്കിവിടെ നിർത്തി ആൾക്കാരെ ഇവിടെ ഒക്കെ ഒന്ന് ഇറക്കാം. എല്ലാവരും ഇറങ്ങിക്കോളി. സ്ഥലത്തിന് ഇരുട്ടായിട്ട് ആരും കാണുന്നില്ല. എല്ലാവരും ഇറങ്ങുന്നുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.